ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ്സിനെയും അവരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷതയും ഉറപ്പുവരുത്താതെ ഒരു സർക്കാർ സ്ഥാപനം തന്നെ രൂക്ഷമായ രീതിയിൽ രാസമാലിന്യങ്ങൾ അടക്കം മൂവാറ്റുപുഴയാറിലേക്ക് ഒഴുക്കിവിട്ട് നാടിനെയാകെ ദുരിതത്തിലാക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും കമ്പനി സംരക്ഷണത്തോടൊപ്പം സർക്കാർ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം പറഞ്ഞു. മൂവാറ്റുപുഴയാറിലേക്ക് KPPL മലിനജലം തള്ളുന്ന നടപടിക്കെതിരെ വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KPPL ഗേറ്റിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഫാക്ടറി ഇവിടെ നിലനിൽക്കണം, പക്ഷേ അതോടൊപ്പം മൂവാറ്റുപുഴയാറിന്റെ തെളിമയും നൈർമല്യവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ ഈ നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പതിനായിരങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിനെ മലിനമാക്കാതിരിക്കാനുള്ള ഒരു ഭരണഘടനാപരമായ ബാധ്യത ഇന്ന് ഈ ഫാക്ടറിയെ നിയന്ത്രിക്കുന്ന കേരള സർക്കാരിനുണ്ടെന്നുള്ള അതിശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ പ്രതിഷേധ സമരം മാറുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VC ജോഷി അധ്യക്ഷത വഹിച്ചു. ഈ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊരു പ്രഹസനമായി പ്രൊഡക്ഷൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വകാര്യ മേഖലയിൽ പോലും ഇത്ര ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സാധാരണ ഒരു കമ്പനിയിൽ നിന്ന് 2 പ്രോഡക്റ്റാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഏത് കമ്പനിയാണോ ആ കമ്പനി ഉദ്ദേശത്തോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ. രണ്ടാമത് പൊല്യൂഷൻ. എല്ലാ കമ്പനിയിലും എല്ലാ സ്ഥാപനങ്ങളിലും പൊല്യൂഷൻ ഉണ്ട്, എങ്കിലും അതിനെ മാക്സിമം പൊല്യൂഷൻ കുറച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്ത രീതിയിൽ ജനങ്ങളിലേക്കും പുറത്തേക്കും പുറന്തള്ളുന്ന ഒരു സാഹചര്യത്തിൽ, അതേപോലെ തന്നെ മലിനീകരണമായി അതിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് പുറത്തോട്ട് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MK ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരം ഒരു മലിനീകരണം ഇവിടെ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കേരളത്തിന്റെ വ്യവസായ മന്ത്രി P രാജീവ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന ഒരു വകുപ്പിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന രീതിയിൽ ഇതിന്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും ഈ കമ്പനിക്ക് ആവശ്യമായ ഫണ്ടുകൾ വാഗ്ദാനം ചെയ്ത ഫണ്ട് കൈമാറിക്കൊണ്ട് ഇവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ള P രാജീവും പിണറായി വിജയനും അവരുടെ അനുയായികളുമാണ് ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു സമരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത്തരം കബളിക്കൽ ഒഴിവാക്കി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാന്യനായ വ്യവസായ മന്ത്രി രാജീവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു നടത്തുന്ന സമരത്തിന് LM താഹ, PV പ്രസാദ്, അഡ്വക്കേറ്റ് PP സിബിച്ചൻ, S ജയപ്രകാശ്, NC തോമസ്, KK ഷാജി, ജെയിംസ് ജോസഫ്, PV പത്മനാഭൻ, കുര്യാക്കോസ് തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ജപ്പാൻ കുടിവെള്ള പദ്ധതി, വെള്ളൂർ വെളിയന്നൂർ കുടിവെള്ള പദ്ധതി, വിവിധ പഞ്ചായത്തുകളുടെ ശുദ്ധജല വിതരണ പദ്ധതികളടക്കം പ്രവർത്തിക്കുന്നത് മൂവാറ്റുപുഴയാറിലെ ജലത്തെ ആശ്രയിച്ചാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KPPL-ൽ നിന്നും രൂക്ഷമായ രീതിയിൽ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് മൂലം നിരവധി പഞ്ചായത്തുകളിലെ നിവാസികളുടെ നിത്യജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് ധർണാ സമരവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.